ഹായ്, ഇന്നത്തെ റെസിപ്പി ചിക്കൻ ലോഡഡ് ഫ്രൈസ് ആണ്. അതിന് ഫസ്റ്റ് നമ്മളിവിടെ 4 ഉരുളക്കിഴങ്ങ് എടുക്കുകയാണ്. എന്നിട്ട് അത് നമ്മൾ ഫ്രൈസിൻ്റെ ഷേപ്പിൽ നന്നായിട്ട് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒക്കെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക, നീളത്തിൽ അരിഞ്ഞെടുക്കുക. വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു 5 to 8 മിനിറ്റ്സ് നമ്മൾ വേവിക്കാൻ വെക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കാൻ വെക്കുക. നല്ലോണം വേവണ്ട, ഒരു 5 മിനിറ്റ്സ് വേവിച്ചാൽ മതി. അതിനുശേഷം വേവിച്ച ഉരുളക്കിഴങ്ങിലേക്ക് കുറച്ച് കോൺഫ്ലവർ, ഇനി ഉപ്പ് പാകമായിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ഒരു പാൻ വെച്ച് കുറച്ച് എണ്ണ ചൂടാക്കി അതിലേക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടെടുക്കണം നമ്മുടെ ഉരുളക്കിഴങ്ങ്. നമുക്ക് വേണമെങ്കിൽ ഇത് ഫ്രീസ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്, പ്രശ്നമില്ല. പിന്നെ നമുക്ക് വേണ്ട നല്ല ബോൺലെസ് ചിക്കനാണ്. അത് നമ്മൾ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള മസാലാസ് ആഡ് ചെയ്യാം. ഞാനിവിടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചെറുനാരങ്ങ നീര്, ഉപ്പ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. ഏത് മസാല വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് അതിലേക്ക് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഏത് മസാലാസ് ആണെങ്കിലും കുഴപ്പമില്ല. ഞാൻ മുളക് പൊടിയും കുറച്ച് ഉപ്പും പിന്നെ കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലയൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഏത് ഫ്ലേവേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. ഇനി ഫ്ലേവേഴ്സ് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വേണമെങ്കിൽ ഡബിൾ മിക്സ് ചെയ്യാം, ഞാൻ ചെയ്യുന്നില്ല. ഡബിൾ മിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ച് പിന്നെ വെള്ളത്തിലോ മുട്ടയിലോ മുക്കിയിട്ട് പിന്നെ ഒന്നും കൂടെ മൈദയിൽ മുക്കുന്നതാണ് ഡബിൾ മിക്സ്. സോ ഞാൻ സിംഗിൾ മിക്സിൽ തന്നെ ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ മൈദ യൂസ് ചെയ്യരുത്. പിന്നെ നമുക്ക് വേണ്ടത് അതിലേക്കുള്ള സോസ് പ്രിപ്പയർ ചെയ്യാനാണ്. ഞാനൊരു മുട്ട ആൻഡ് 3 വെളുത്തുള്ളി, കുറച്ച് വിനെഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര്, ഉപ്പ്, നന്നായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്തിട്ട് നമ്മൾ മയണൈസ് പ്രിപ്പയർ ചെയ്യുക. അതിന് ശേഷം നമുക്കിത് സെറ്റ് ചെയ്യാം. അതിന് ഫസ്റ്റ് ഞാൻ കുറച്ച് ഫ്രൈസ് വെച്ച് അതിന് മുകളിൽ കുറച്ച് മയണൈസ് തേച്ച് പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈസ് ഇട്ട് പിന്നെ മയണൈസ് ഇട്ട് പിന്നെ നമുക്കിതിൽ പല പല സോസ് മിക്സ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മിക്സ് ചെയ്തൊരു കുറച്ച് എടുത്തിട്ടുള്ളൂ. അത് നമ്മുടെ ബാക്കി മയണൈസിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യെല്ലോ കളറിൽ സോസ് കിട്ടും. അതും വേറെ ഫ്ലേവറാണ്. നമുക്ക് വേണമെങ്കിൽ കെച്ചപ്പ് യൂസ് ചെയ്യാം, എന്തായാലും പ്രശ്നമില്ല. സോ നമ്മുടെ ചിക്കൻ ലോഡഡ് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു, ബൈ.